അല്പം കുടിച്ചു നോക്കും, വളരെ നല്ലതാണ്. വേണ്ട സാർ, ഞാനിതൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ കുടിച്ചു നോക്കാൻ പറഞ്ഞത്. ഇത് നല്ലൊരു മരുന്നാണ്, മദ്യമൊന്നുമല്ല. ശരീരത്തിന് ഉന്മേഷം കിട്ടാൻ വളരെ നല്ലതാണ്. ഒന്ന് സിപ്പ് ചെയ്ത് നോക്കൂ. ഞാനൊരു പാവപ്പെട്ടവളാണ് സാർ. ജീവിക്കാൻ വേണ്ടി മാത്രം ഈ വേഷം കെട്ടിപ്പോയതാണ്. എന്നെ ഈ വക കാര്യങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കരുത്. പ്രിയംവദ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രിയംവദയെ പോലെ പല കലാകാരികൾ ഇവിടെയില്ലേ. അവരെ ആരെയും ഈ മുറിക്കകത്ത് കാലുകുത്താൻ ഞാൻ അനുവദിക്കുകയില്ല. പക്ഷേ പ്രിയംവദയെ ഞാൻ കണക്കാക്കിയിരിക്കുന്ന അങ്ങനെയല്ല. അതുകൊണ്ടാണ് പ്രിയംവദയെ മുറിക്കകത്തേക്ക് കൊണ്ടുവന്നത്. അല്പം കുടിക്കൂ. ക്ഷീണം മാറാൻ വളരെ നല്ലതാണ്. അല്പം കുടിക്കൂ. അയ്യോ വേണ്ട സാർ. ആ അല്പം. ഓഹോ, മാലിയോ? എന്താ വരൂ. മാലി, നീ എന്ത് വിവരക്കേടാണ് ഈ കാണിക്കുന്നത്? പ്രിയംവദ എന്ത് തെറ്റ് ചെയ്തു? പാവം പാവം പ്രിയംവദ. എടി, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്നോട് മത്സരിച്ച് കളയാമെന്ന് കരുതി അല്ലടി. മാലിനി നീ ശരിക്കും അറിഞ്ഞിട്ടില്ല. പ്രിയംവദ പോയിക്കോ. മാലിനി, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീ എന്തായി കാണിച്ചത്? ഡാൻസ് കഴിഞ്ഞപ്പോ പ്രിയംവദയുടെ ശരീരത്തിന് വേണ്ട സുഖമില്ലെന്ന് പറഞ്ഞു. എങ്കിലും അല്പം. അതെ അതെ, രണ്ടുപേരുടെ സൂക്കേട് എന്താണെന്ന് എനിക്കറിയാം. ഇങ്ങനെ ആയ പിന്നെ എങ്ങനെയാ? ഞാൻ എനിക്കിവിടെ നിൽക്കാൻ പേടിയാവുന്നു സാർ. അങ്ങനെ പേടിക്കരുത്. പേടിച്ചോടാൻ തുടങ്ങിയാൽ ചെന്നു നിൽക്കുന്നത് പരാജയത്തിൽ മാത്രമായിരിക്കും. എന്നെ കൊണ്ട് അല്പം മദ്യം കുടിപ്പിക്കാൻ അയാൾ പെട്ട പാട്. ആ സമയത്ത് മാലിനി വന്നില്ലായിരുന്നെങ്കിൽ കുടിക്കുമായിരുന്നു. അത് മരിച്ചാലും ഇല്ല. എന്നാൽ ഒരു കാര്യം വിശ്വസിക്കൂ, നമ്മൾ സ്വയം പരാജയപ്പെടാതിരുന്നാൽ മറ്റാർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. നമ്മുടെ ചുറ്റുപാട് എങ്ങനെയൊക്കെ ചുറ്റിക്കറങ്ങിയാലും നമ്മൾ അതിന്റെ നടുവിൽ അച്ചുതണ്ട് പോലെ ഉറച്ചു നിൽക്കണം. എന്തൊക്കെയായാലും ഞാനൊരു പെണ്ണല്ലേ സാർ. ഒരാണായ ഞാൻ കൂടി ഇവിടെ ഇല്ലേ? സാർ മാത്രമാണ് എനിക്കിവിടെ ഒരു രക്ഷ. ഇനിയെങ്കിലും പ്രിയമത എന്നെ സാറൊന്ന് വിളിക്കാതിരിക്കാം. സാറിന്റെ അകലത്തേക്കാൾ സഹോദരന്റെ അടുപ്പമല്ലേ നല്ലത്? കഴിയുമെങ്കിൽ പ്രിയമത എന്നെ രാജേട്ടാന്ന് വിളിക്കൂ. എന്താ വിളിച്ചു? വിളിക്കാം. ശരി. ഒരു സഹോദരി എങ്ങനെ രക്ഷിക്കണമെന്ന് ഈ സഹോദരൻ അറിയാം. പ്രിയമത പിക്കോളൂ. കച്ചവടമൊക്കെ എങ്ങനെ ഇരിക്കുന്നു പാച്ചുപിള്ളച്ചേട്ടാ? പൊടി പൊടിക്കുന്നു, അല്ല എന്ത് പറയണേ. ആ കടയിൽ ചെലവ് കൂട്ടാൻ വേണ്ടി പാച്ചുള്ള സാറ് ചില മാജിക്കുകളൊക്കെ കാണിക്കാറുണ്ടെന്നാ കേൾവി. ചെലവ് കൂട്ടാൻ വേണ്ടി മാജിക്കോ? അതൊക്കെ ശുദ്ധ അസമ്മതം. കച്ചവടത്തിൽ എന്തൊരു മാജിക്കടേ. എന്നാലും ചില ചില്ലറ മാജിക്ക് എനിക്ക് അറിയാം. ഇത് കണ്ട, ഇനി വേറെ വേല ഞങ്ങൾ. ശരി, എന്നാലൊന്ന് കാണട്ടെ. പക്ഷെ എന്തിനാണെന്ന് കാണിക്കാനാണ് പറ്റിയ സാധനങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ. പുണ്ണി, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ശരി, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ആ ഇതെന്തിനാണ്? കത്തിയാണ്. ഇതിന്റെ നിറം എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ബോധ്യമായല്ല. ഈ കത്തി ഞാൻ എന്റെ പാക്കറ്റിലിടും. എന്നിട്ട് ഇതേ കത്തി തന്നെ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും പാക്കറ്റിൽ ഞാൻ എടുക്കും. എടുത്തില്ലെങ്കിലോ? ഈ രൂപ വരും. എടുത്താലോ? ഈ രൂപ ഞാനങ്ങ് തരും. എടാ ചൊരക്കാണെങ്കിൽ ചൊരക്ക്, എനിക്കൊന്ന് പോണം. നിങ്ങളുടെ മാജിക് കണ്ടോണ്ട് എനിക്ക് സമയം. ഒരു നിമിഷം ചേട്ടാ. ഓം കാളി മഹാകാളി,
കത്തി ഞാൻ കൊടുത്ത്. എടോ, നോക്കണേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യമൊന്നുമില്ല, കത്തി ഞാൻ കൊടുത്ത്. നോക്കണേ, തപ്പി നോക്കണേ, എങ്ങനെ കൊണ്ടുവന്ന്. ഇതൊരു അതിശയം. ചേടാ, ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. ഈ കത്തി എങ്ങനെ എന്റെ പാക്കറ്റിൽ വന്നു? ഇതാണ് മാജിക്. അണ്ണാ, ആ കത്തി ഞാൻ കൊടുത്ത്. കത്തിന്ന സമ്മതിച്ച ഇനി നിങ്ങൾ ചൊരയ്ക്കുക, എന്തൊരു വേണമെങ്കിൽ ചെയ്യാം. ഹലോ പ്രിയമതിയോ, വരൂ വരൂ. സാറെന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. വിളിക്കാതെ തന്നെ പ്രിയമതിന്റെ മുറിയിൽ വന്നുകൂടി. ഞാൻ വിളിപ്പിച്ചത് ശമ്പളത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയാണ്. ശമ്പളം പ്രിയമതിയുടെ കയ്യിൽ തരണോ അതല്ല അച്ഛന്റെ പേർക്ക് അയച്ചു കൊടുക്കണം? എന്താ വേണ്ടത്? എന്റെ കയ്യിൽ തരുന്ന എന്തിനാ? അച്ഛന്റെ പേരിൽ അയച്ചു കൊടുത്താൽ മതി. ഗുഡ്, ഇരിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ട്. സത്യത്തിൽ അതിനാണ് ഞാൻ വിളിപ്പിച്ചത്. അന്ന് പ്രിയമതി എന്റെ മുറിയിൽ വന്നപ്പോൾ ആ മാലിനി... അതൊന്നും സാറില്ല സാർ, അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. എന്ന് വെച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ നോക്കൂ. അന്ന് മാലിനി എന്തൊക്കെയോ പറഞ്ഞത് കേട്ട് പ്രിയമ്പത എന്നെ തെറ്റിദ്ധരിക്കരുത്. അവൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. ഞാൻ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ സാർ. അവൾ കുറെ കാലമായി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു. അതിനിടയ്ക്ക് അവൾക്കൊരു ഭ്രാന്ത്. ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്ന്. അത് നടപ്പുള്ള കാര്യമാണ്. പിന്നെ അവളെ പറഞ്ഞയക്കുന്നത് പാവമല്ലേന്ന് കരുതി ഇതുവരെ സഹിച്ചതാണ്. പ്രിയമ്പതയ്ക്ക് അവളെ പറഞ്ഞയക്കണം എന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ പറഞ്ഞയക്കാം. എന്തു പറയുന്നു? അയ്യോ വേണ്ട സാർ, ഞാനായിട്ട് ഇവിടെ നിന്ന് ആരെയും പറഞ്ഞയക്കണ്ട. അല്ല, എവിടേക്കാണാവോ? ഒന്ന് അകത്ത് വരെ പോണേ, എന്റെ മോളെ ഒന്ന് കാണണം. അയ്യോ, അവരൊന്നും ഇവിടെ ഇല്ലല്ലോ ആശാനെ. എവിടെ പോയി? അവര് ഈ ഡാൻസിന് സാധനം എന്തൊക്കെ മേടിക്കാൻ മുതലാളിയായിട്ടൊക്കെ അങ്ങ് ടൗണിൽ പോയിരിക്കുക. നീ എപ്പോ വരും? വൈകുന്നേരം ആവും. അപ്പോഴെത്തിയാ മതിയല്ലോ. പരിപാടിയൊക്കെ നടത്തേണ്ട സമയത്ത് വന്നാ മതിയല്ലോ. ഓ, അത് കഷ്ടമാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? രാത്രി ആവുന്നവരെ താമസിച്ച് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഏതായാലും മോനൊരു കാര്യം ചെയ്യണം. ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചതായിട്ട് അവളോടൊന്ന് പറയണം, ഇല്ലെങ്കിൽ അവൾക്ക് വലിയ സങ്കടം തോന്നും. അതൊക്കെ ഞാൻ പറയാം. ഏതായാലും ആശാ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലേക്ക് പോരാ. ഞാൻ പറഞ്ഞേക്കാം. ഇനി ഞാൻ പൊക്കൊള്ളട്ടെ. ഞാൻ പ്രിയമ്പതയെ വിളിപ്പിച്ച കാര്യം ഇനിയും പറഞ്ഞില്ലല്ലോ. എന്തിനാണ് എന്ന് എന്താ ചോദിക്കാത്തത്? കുറെ കാലമായി ഞാൻ മറന്നുപോയിരുന്ന ഒരു കാര്യം പ്രിയമ്പത എന്നെ ഓർമ്മിപ്പിച്ചു. ഇല്ലെങ്കിൽ പ്രിയമ്പതയെ കണ്ടപ്പോൾ ഞാൻ ഓർമ്മിച്ചു. എങ്ങനെയായാലും അത്ഭുതകരമായി സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. എന്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് ഇനിയും പ്രിയമ്പത എന്താ ചോദിക്കാത്തത്? ഞാൻ പൊക്കൊള്ളട്ടെ സാർ. അതുകൊള്ളാം. ഒരുത്തൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും കാണിക്കേണ്ടതല്ലേ? ഇതുവരെ മറന്നിട്ടിരുന്ന എന്റെ വിവാഹ പ്രശ്നം അപ്രതീക്ഷിതമായി ഞാൻ ഓർമ്മിച്ചു പ്രിയമ്പതയെ കണ്ടപ്പോൾ. ഞാൻ പോകുന്നു സാർ. സാർ എന്തൊരു ശകുനം മുടക്കിയാലോ? വരാൻ കണ്ട സമയം. എന്ത് പറ്റി? ഞാൻ സൈഡ് ചേർത്ത് കൊണ്ടുവരികയായിരുന്നില്ലേ, അപ്പ കയറി കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ കടന്നു വന്നത്